മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 25 ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ഏകദിനമായിരുന്നു. അതിപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ടോസ് കിട്ടി ഓസ്ട്രേലിയ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തിരുന്നത്. അവർക്ക് ഓസ്ട്രേലിയക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ബാർലറ്റ് പോയിട്ട് എൽവിസ് വന്നു. വേറെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് പ്രസദ് കൃഷ്ണയും കൂടാതെ തന്നെ കുൽദീപും വന്നു. അർഷദീപിനും നിതേഷ് കുമാർ റെഡ്ഡിക്കും പകരം. അങ്ങനെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പായിട്ട് അവർ നല്ല തുടക്കം തന്നെ നൽകിയിരുന്നു. 61 ആദ്യത്തെ വിക്കറ്റ് പോയത്. പിന്നെ അവർക്ക് വേണ്ടി ഓപ്പണിംഗ് ആയിട്ട് ഹെഡ് 41 എടുത്തു. ഹെഡ് 29, മിച്ചൽ മാർഷ് 41, കൂടെ തന്നെ മാത്യു ഷോട്ട് 30. പിന്നെ യുവതാരമായി റെൻഷോ തുടക്ക ഏകദിനത്തിൽ തന്നെ ആദ്യ ഏകദിന പരമ്പരകളിൽ തന്നെയായിട്ട് പുള്ളി തിളങ്ങുന്നുണ്ട്. 3ാമത്തെ ഏകദിനത്തിൽ പുള്ളി എടുത്തു 56 റണ്ണ്. പിന്നെ അലക്സ് കാരി 24 പോയി. ശ്രേയസ് അയ്യറിൻ്റെ ഒരു മികച്ച ക്യാച്ചായിരുന്നു. പിന്നെ കോപ്പർ കൊണാലി അങ്ങനെ പിന്നെ വേഗം വിക്കറ്റ് തകർന്ന് പോവുകയായിരുന്നു. അവരുടെ 183-4 അവർ 136 ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യയിലേക്ക് ബോളിംഗ് നോക്കുവാണെങ്കിൽ പ്രസദ് കൃഷ്ണ 4 വിക്കറ്റ്, കൂടാതെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ്. പിന്നെ പ്രസദ് കൃഷ്ണ പുള്ളിക്കാരൻ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. പുള്ളിക്കാരൻ 7 ഓവറിൽ 52 റൺ ഒരു വിക്കറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇന്ത്യ ജയിക്കുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇന്ന് കോഹ്ലി തിളങ്ങുമോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. 3ാം നമ്പറിൽ കോഹ്ലി ഇപ്പോൾ 2 പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് സെക്കൻഡ്സ് ആയിട്ട് കാണാം. ഇന്ത്യയുടെ കോഹ്ലി രോഹിത് ശർമ്മ കളിക്കുന്ന അവസാനത്തെ ഓസ്ട്രേലിയ വെച്ച് കളിക്കുന്ന അവസാനത്തെ ഏകദിനമാണ്. അപ്പോൾ ആ കളി അവർ ജയിക്കുമോ അവർ തിളങ്ങുമോ നമുക്കറിയത്തില്ല. അപ്പോൾ കോഹ്ലിയും രോഹിത് ശർമ്മ അവസാനത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അവർ ജയിക്കുമോ അറിയത്തില്ല. ഇന്ത്യക്ക് 50 ഓവറിൽ 237 ലക്ഷ്യമുള്ളത്. കളി 3ാമത്തെ കളിയാണ്. ഇന്ത്യ ജയിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് ഞങ്ങൾ സെക്കൻഡ്സ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.